എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പുതിയൊരു വീഡിയോ അല്ല, നമ്മുടെ മസിനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്രയുടെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അത് പോയിട്ടൊന്ന് കാണാം. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലേക്ക് എത്താൻ പോവുകയാണ്. ഊട്ടി എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഒരു ചെറിയൊരു പൈൻ ഫോറസ്റ്റ് ഉണ്ട്. അതിലൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. നമ്മളങ്ങനെ ഊട്ടിയിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. പച്ചപ്പിനിടയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന വലിയൊരു പട്ടണം. പല പല നിറങ്ങളിലുള്ള പെട്ടികൾ അടുക്കിയിട്ട പോലെയാണ് പല വീടുകളും ബിൽഡിങ്ങുകളും നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മളിപ്പോൾ ഊട്ടി ടൗണിലെ ഒരു പമ്പിൽ നിർത്തിയിരിക്കുക. സാലിയ എങ്ങോട്ടാ പോണേ? മസനഗുഡി ഊട്ടി. അസ്ലമ എങ്ങോട്ടാ പോണേ? കിന്നക്കോര. ഏതാ കിന്നക്കോരെ? അങ്ങോട്ട് പോലെ പിന്നെ ബാക്കി പോണ വഴിക്കെടുക്കാം. ഓരോരുത്തർ എന്തൊക്കെയാ സ്ഥലങ്ങളുള്ളത് നോക്കിയിട്ട് അവിടേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. ഓരോരുത്തർ സെർച്ച് ചെയ്യാണ്, ഓരോരുത്തർ ഓരോ സ്ഥലം. എങ്ങോട്ടാ പോവാ? എടാ വീഡിയോ ഇടാ. എങ്ങോട്ടാ പോണേ? നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ് ഇപ്പോൾ പറഞ്ഞു. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നീലഗിരി മൗണ്ടൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ആദ്യത്തെ സ്ഥലമാണ്. നമ്മളിപ്പോൾ ഊട്ടിയിൽ വന്നിട്ടില്ല, ആദ്യത്തെ സ്ഥലമാണ്. പോയൊക്കെ എന്താ ഉള്ളത് നമുക്ക് പോയത്. ഇവിടെ എന്തോ ചെറിയ വർക്ക് എന്തോ നടക്കുന്നുണ്ട് പുറത്ത്. കയറിയ പാടന്നെ ഇതാണ് ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ. പല സിനിമകൾക്കും ലൊക്കേഷനായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. 1908 ഈ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത്. മലമ്പാതകളിലൂടെ സഞ്ചരിക്കുന്ന ടോയ് ട്രെയിനുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ കുറേ ആൾക്കാർ ട്രെയിന് കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ ഒരു ട്രെയിനിൻ്റെ ഒരു എഞ്ചിൻ്റെ ഭാഗം അവിടെ വെച്ചിട്ടുണ്ട്, അതൊന്ന് കാണാൻ പോകും. ഇതാണ് ആ പഴയ ബോഗി വരുന്നത്, എൻജിൻ വരുന്നത്. പഴയ എൻജിൻ, പഴയ ട്രെയിനിൻ്റെ എൻജിൻ. ഉദകമണ്ഡലം എന്നാട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. ഈ
ട്രെയിൻ വന്നപ്പോൾ എല്ലാവരും അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ്. ഫോട്ടോസും വീഡിയോസും എല്ലാവരും എടുക്കുന്നുണ്ട്. അഞ്ച് കമ്പാർട്ട്മെൻറ്റുകളുള്ള ഒരു കുഞ്ഞൻ ട്രെയിനാണിത്. ഉദകമണ്ഡലത്തു നിന്നും മേട്ടുപ്പാളയത്തേക്കും കൂനൂരിലേക്കുമാണ് ഇവിടെ നിന്ന് ട്രെയിൻ സർവീസുകളുള്ളത്. നമ്മുടെ ട്രിപ്പ് പെട്ടെന്നായതിനാൽ ട്രെയിൻ യാത്രയെക്കുറിച്ചോ ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഇനിയൊരു യാത്രയിൽ മേട്ടുപ്പാളയത്തിലേക്കോ കൂനൂരിലേക്കോ ഒരു ചെറിയ ട്രെയിൻ യാത്ര നടത്തണമെന്ന് മനസ്സിൽ വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. അടുത്ത സ്ഥലം ഏതാണെന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. അടുത്തത് നോക്കി പോവാം. ഓക്കെ, ഇത് ഊട്ടിയുടെ ഒരു മാർക്കറ്റാണ്. ലോവർ ബസാറാണ്. ലോവർ ബസാർ എന്നാണ് പേര്. നമ്മളിപ്പോൾ അടുത്തൊരു പ്ലേസിലേക്ക് വന്നു കേട്ടോ. ഊട്ടി ടു ഗൂഡല്ലൂർ റൂട്ടിലെ ഒരു പൈൻ ഫോറസ്റ്റ് കണ്ണൂർ ചോക്ക്. അടിപൊളി ക്ലൈമറ്റും നല്ല തണുപ്പും നല്ല വ്യൂവും, പിന്നെ ആ ഭാഗത്ത് നല്ല കോട്ട കണ്ട് അടിച്ച് കയറലും അടിപൊളിയാണ്. അടുത്തതായി ഞങ്ങൾ പോയത് ഹംഗർഫോർഡ് എസ്റ്റേറ്റ് കാണാനാണ്. ദുൽഖർ അഭിനയിച്ച ചാർലി എന്ന സിനിമയുടെ തമിഴ് റീമേക്കായ മാര എന്ന മൂവിയുടെ ചില ഭാഗങ്ങൾ ഇവിടെ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഹംഗർഫോർഡ് എസ്റ്റേറ്റിലേക്ക് കയറുന്ന വഴിയും രണ്ട് സൈഡിലെ കാഴ്ചകളും അതിമനോഹരമായിരുന്നു. ഈയിടെ സോഷ്യൽ മീഡിയയിലൂടെ ഫേമസ് ആയ ഒരു സ്ഥലമാണ് ഹംഗർഫോർഡ് എസ്റ്റേറ്റ്. ഈ ഒരു വ്യൂ കാണാനും ഇവിടുന്ന് റീൽസും ഫോട്ടോസും എടുക്കാനാണ് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെയുള്ള ഈ ബിൽഡിങ്ങിൻ്റെ പല ഭാഗങ്ങളും മാര എന്ന സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ഇട്ടതാണ്.
അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ പോവാണേ. ഏത് വാട്ടർഫാൾസ് പറഞ്ഞു കൊടുക്കും. നല്ല തണുത്ത ക്ലൈമറ്റും നല്ല ചൂട് പോക്കോണും. എങ്ങനെയുണ്ട്? വാവായിട്ടാ വാവായിട്ട് കഴിക്കേ. എക്സ്പ്രഷൻ അങ്ങനെ കാണിക്കേ. വാവാ ഇതാണ് നമ്മളെ വാട്ടർഫാൾസിന്റെ എൻട്രി. ഇവിടെ ടിക്കറ്റ് വരുന്നുണ്ട്. ടിക്കറ്റ് 1 രൂപയാണ് ഫീസ് വരുന്നത്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് കയറാം. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കയറുമ്പോൾ ആദ്യത്തെ വ്യൂ ആണ് ഒരു ചെറിയൊരു തടാകം, ചുറ്റിനും കാട്. കുറച്ച് താഴേക്ക് നടക്കാനുണ്ട് കേട്ടോ. താഴേക്ക് എത്തുമ്പോൾ ഇതാണ് വ്യൂ വരുന്നത്. ഏറ്റവും താഴേക്ക് വരുമ്പോഴേ വ്യൂ ആട്ടത്. ഞങ്ങളിപ്പോൾ അവിടെ ഏകദേശം ഒരു മണിക്കൂറിനടുത്തോളം ഇവിടെ ചിലവഴിച്ചിട്ടോ. അടിപൊളി നല്ല രസമാണ് ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ. ഇവിടെ ഇരിക്കാനൊക്കെ അടിപൊളി ഒരു സ്പോട്ടൊക്കെ ഉണ്ട്. ഇരുന്നിട്ട് ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കാം. തടാകത്തിൻ്റെ ഒക്കെ നമുക്കൊന്ന് തിരിച്ചു പോവാണ്. ആശിക എങ്ങനെയുണ്ട് നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ? എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം? കുഴപ്പമില്ല, സെറ്റാണ്. ഇങ്ങനത്തെ ബെഞ്ചൊക്കെ ഇട്ടുകൊണ്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഈ വ്യൂ ഒക്കെ കണ്ടിരിക്കാൻ നല്ല അടിപൊളിയാണ്, സെറ്റാണ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ വ്ളോഗ് മസിനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള ഈ ഒരു ചെറിയൊരു വ്ളോഗ് നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.